കൊടുങ്ങൂർ പഞ്ചായത്തിലെ എരുമ ഏല എന്ന് പറയുന്ന ഏലയാണ് ഇപ്പോഴും. ഞങ്ങൾക്ക് വണ്ടിയൊന്നും ഇങ്ങോട്ട് എത്താത്തതുകൊണ്ട് ആദ്യത്തെ ഘട്ടത്തിലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ ഈ അടുത്തൊരു തോടുള്ളതുകൊണ്ട് ഇവിടെ ഫ്ലോട്ട് പമ്പ് നമുക്ക് ഇതിൽ ഇട്ട് പമ്പ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പമ്പുണ്ട്. അപ്പോൾ ആ പമ്പ് വെച്ചിട്ട് ഇന്ന സമയത്ത് ഭയങ്കരമായിട്ട് കത്തിക്കൊണ്ടിരിക്കും, നല്ല രീതിയിൽ കത്തിക്കൊണ്ടിരിക്കുക. ആ ഫ്ലോട്ട് പമ്പ് വെച്ചിട്ടും ഞങ്ങൾക്ക് അടുത്തൊന്നും എത്തിയില്ല. കുറേ ദൂരം അവർക്ക് ഏകദേശം ഒരു 3 മണിക്കൂറോളം വർക്ക് ചെയ്തു. 3 മണിക്കൂറോളം വർക്ക് ചെയ്തിട്ടാണ് അണയ്ക്കാൻ കഴിഞ്ഞത്. അടൂർ നിലയത്തിൻ്റെ ഭാഗമാണ് ഈ ഏരിയ. അവർക്ക് വേറെ പോകണ്ടായിരുന്നു, ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ വന്നതാണ്. വരുമ്പോൾ ഏകദേശം നല്ലൊരു ഏരിയ അതിപ്പോൾ ഞങ്ങൾക്ക് എല്ലാം അണയ്ക്കാൻ കഴിഞ്ഞു. എല്ലാം നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. അപ്പോൾ അതിന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ക്രൂ മെമ്പേഴ്സാണ് ഇവരെല്ലാം. ഇത് ഷൈജു, ഇത് നൗഷാദ്, മായ, അഞ്ജലി. നൗഷാദ് സാറിന് എന്താ പറയാനുള്ളൂ? ഞങ്ങൾ വന്നപ്പോൾ വളരെ ഭീകരമായ ഒരു ഫയറായിരുന്നു. വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇതിൽ നമുക്ക് അടുത്ത് തന്നെ വാട്ടർ സോഴ്സൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നിയന്ത്രണവിധേയമാക്കാൻ പറ്റി. പിന്നെ നാട്ടുകാർ കുറച്ച് പേര് നമ്മൾ സപ്പോർട്ട് ചെയ്തായിരുന്നു, നമ്മൾ സഹായിച്ചു. എന്തായാലും ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇത് നമുക്ക് നിയന്ത്രണവിധേയമാക്കി കൂടുതൽ ഭാഗങ്ങളിലേക്ക് കടന്നു പോയിരിക്കാൻ കവർ ചെയ്ത് നോക്കായിരുന്നു. നമുക്ക് ആർക്കും അങ്ങ് അടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ എന്തായാലും നമ്മുടെ കയ്യിൽ പോർട്ടൽ പമ്പ് ഉണ്ടായിരുന്നു, ഫ്ലോട്ട് പമ്പ് ഉണ്ടായിരുന്നു. ഫ്ലോട്ട് പമ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വെള്ളം പമ്പ് ചെയ്താണ് നമ്മൾ ചവറൊക്കെ വെട്ടിക്കൂട്ടിയിട്ട് തീ കത്തിക്കുമ്പോഴേ പെട്ടെന്ന് ചെറിയ ഒരു ഇത് മതി. ഇതിൻ്റെ അടിയിൽ കൂടെയാണ് തീ പാസ് ചെയ്ത് പോകുന്നത്, പടർന്നു പോകുന്നത്. എന്നാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തീപിടുത്തങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് ഒരു മുൻകരുതൽ എന്താ എടുക്കാൻ പറ്റും? മുൻകരുതൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഫയർ ബ്രേക്കും മറ്റൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ വയറുകളല്ല. ഇപ്പം പറമ്പാണെങ്കിൽ തന്നെ നമ്മുടെ പറമ്പ് സംരക്ഷിക്കുക. ഫയർ ബ്രേക്കും മറ്റും ഉണ്ടാക്കിയിടുക. അതുകൊണ്ട് പറമ്പ് തെളിച്ച് വൃത്തിയാക്കി ഇടുക. പിന്നെ ഏറ്റവും കൂടുതൽ ഫയർ ഉണ്ടാകുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ കൂട്ടിയിട്ട് കത്തിക്കുമ്പോഴോ ഇറച്ചിമൊക്കെ വലിച്ചെറിയുന്ന സിഗരറ്റ് കുറ്റിക്കൊണ്ടോ അങ്ങനെയൊക്കെയാണ്. എന്നാലും തീ തനിയെ ഉണ്ടാവുന്നല്ലോ, വളരെ റയറായിട്ട് മാത്രമേ ഉള്ളൂ ഷോർട്ട് സർക്യൂട്ടും ഇതുപോലെ ലൈനിൽ നിന്നൊക്കെ ഷോർട്ടായി തീ ഉണ്ടാകുന്നത്. നമ്മളെല്ലാവരും തന്നെ കുറേ ഭാഗം കത്തിക്കുന്നതാണ്. ഒരു പരിധി വരെ ശ്രദ്ധിക്കുക. വുമൻസ് അല്ലേ? അന്നേരം നിങ്ങൾ പുതിയ ആൾക്കാരാണോ, എക്സ്പീരിയൻസ് ഉള്ളവരാണോ, അതോ പുതിയൊരു എക്സ്പീരിയൻസ്? 1.5 വർഷം. അത് തീ നിയന്ത്രണം വിധേയമാക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിന് പിന്നിൽ ആരൊക്കെയായിരുന്നു? പത്തനംതിട്ട നിലയത്തിൽ നിന്ന് ഞാൻ SFRO ആണ് പ്രദീപ്. അതുപോലെ ഫയർമാൻമാരായിട്ടുള്ള നൗഷാദ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഷൈജു, ഫയർമാൻ ഡ്രൈവറായിട്ടുള്ള വേറൊരു നൗഷാദുണ്ട്. പിന്നെ ഫയർ വുമൺ 2 പേരുണ്ടായിരുന്നു, അഞ്ജലി, അതുപോലെ മായ, അതുപോലെ ഹോംഗാർഡ് അജയ്കുമാർ. ഇത്രയും പേരാണ് ഇതിന് വേണ്ടി പ്രവർത്തിച്ചത്. എത്ര സമയം എടുത്തു നമ്മൾ? 3 മണിക്കൂറോളം. 3 മണിക്കൂറോളം. അത് നാട്ടുകാർക്ക് പറഞ്ഞിട്ടുണ്ട്, അവർ ഒന്ന് ശ്രദ്ധിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പുകയുന്ന സാധനം പെട്ടെന്ന് കയറി കത്തിപ്പിടിക്കും അല്ലേ? നാട്ടുകാരടുത്ത് പറഞ്ഞു ഇങ്ങനെ പുക ഉള്ളിടത്ത് കുറച്ച് ബക്കറ്റിൽ വെള്ളം കൊണ്ട് ഒഴിക്കാൻ പറഞ്ഞു. അപ്പോൾ നാട്ടുകാരുടെ സഹകരണം കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് കഴിയുള്ളൂ. ആദ്യത്തെ വലിയ തീ ഉണ്ടാകുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. ചെറുതായിട്ട് ഇങ്ങനെ കത്തി തുടങ്ങുന്ന സമയത്ത് അവർ ആക്ട് ചെയ്ത്, കാരണം അവരാണല്ലോ അടുത്തുള്ളവർ അലർട്ടായിരിക്കുക അല്ലേ? പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ ഈ വേനലായതുകൊണ്ട് തന്നെ മിക്കയിടത്ത് ഇത് ഇനിയിപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം അല്ലേ? അതിനിപ്പോൾ നമുക്കിനി ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? അതിന് ചെയ്യാൻ കഴിയുന്നത് പരമാവധി ഈ സമയങ്ങളിൽ ചവറൊക്കെ വെട്ടിക്കൂട്ടിയിട്ട് തീ ഇടുന്നത് ഒഴിവാക്കുക. കാരണം കാറ്റ് കൂടുതലാണ്, ചൂട് കൂടുതലാണ്, പെട്ടെന്ന് തീ പിടിക്കും. എല്ലാ ഭാഗങ്ങളും ഉണങ്ങി കിടക്കുകയാണ്. ചവറൊക്കെ വെട്ടിക്കൂട്ടിയിട്ട് തീ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കൊടുക്കുന്നെങ്കിൽ തന്നെ അത് ചുറ്റുപാടിലേക്കും പടരാതിരിക്കുന്ന രീതിയിൽ എവിടെയെങ്കിലും ഒരിടത്ത് കൂട്ടിയിട്ട് വെള്ളമൊക്കെ ആവശ്യത്തിന് കരുതിക്കൊണ്ട് മാത്രം തീയിട്ട് കത്തിച്ച് കളയുക. തീ ഇടാതിരിക്കുക മാക്സിമം നല്ലത്. ഇങ്ങനെയുള്ള കേസുകൾ കൂടുതൽ അടുത്തുള്ളവരൊന്ന് കെയർഫുൾ ആയിരിക്കണം. ശരി, താങ്ക്സ്.